ഏവർക്കും സ്വാഗതം. ഒരു പുതിയ അത്ഭുത പ്രതിഭാസ വിഷയത്തിലേക്ക് എവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാം ഇന്ന് ഓസ്ട്രേലിയയിലേക്കാണ് പോകുന്നത്. ഓസ്ട്രേലിയ ഏവർക്ക് സുപരിചിതമാണ്. നല്ല കാലാവസ്ഥ, സുഖവാസ സ്ഥലം എന്ന രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ധാരാളം ആൾക്കാർ അങ്ങോട്ട് കുടിയേറുന്നുണ്ട്. എന്നാൽ അതിന് വ്യത്യസ്തമായ ചില സാഹചര്യങ്ങൾ അവിടെ ഉണ്ട് എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതേപോലെ ഒരു അത്ഭുത പ്രതിഭാസത്തിന്റെ വിവരണവും നമുക്ക് കേൾക്കാം. ഓസ്ട്രേലിയയിലെ നോർത്തേൺ ടെറിട്ടറി ഭാഗം വളരെ വിജനവും വരണ്ടതുമാണ്. അവിടെ ജനസാന്ദ്രത കുറവാണ്. വിശാലമായ മരുഭൂമി, പുൽമേടുകൾ, കുറ്റിച്ചെടികൾ എന്നിവ കൂടുതലായി കാണുന്നുണ്ട്. മഴ വളരെ കുറവാണ്. വേനൽക്കാലത്ത് താപനില 40 ഡിഗ്രി വരെ മുകളിലെത്താറുണ്ട്. നഗരങ്ങളും ഗ്രാമങ്ങളും തമ്മിൽ 100 കണക്കിന് കിലോമീറ്റർ അകലമുണ്ടാകും. ഈ ഭാഗത്ത് ഒരു വലിയ മല കാണുന്നുണ്ട്. ഓസ്ട്രേലിയയിലെ പ്രശസ്തമായ ചുവന്ന മല ഉലുരു അഥവാ ഏയേഴ്സ് റോക്ക് ഇവിടെയാണ്. നോർത്തേൺ ടെറിട്ടറി സംസ്ഥാനത്തുള്ള ഒരു ഭീമൻ മണൽക്കല്ല് പാറയാണ് ഉലുരു. ഏകദേശം 348 മീറ്റർ ഉയരവും 9.4 കിലോമീറ്റർ ചുറ്റളവുമുണ്ട്. പാറയുടെ ഭൂരിഭാഗവും ഭൂമിക്കടിയിലാണെന്ന് കരുതപ്പെടുന്നു. സൂര്യോദയത്തിലും സൂര്യാസ്തമയത്തിലും പാറയുടെ നിറം തവിട്ട്, ഓറഞ്ച്, കടും ചുവപ്പ് തുടങ്ങിയ നിറങ്ങളിലേക്ക് മാറുന്നതായി കാണാം. പ്രദേശത്തെ ആദിവാസികളായ അനാങ് ജനതയ്ക്ക് ഇത് അതീവ പവിത്രമായ സ്ഥലമാണ്. ഉലുരു സ്ഥിതി ചെയ്യുന്ന ഉലുരു കാറ്റ ജൂട്ട ദേശീയോദ്യാനത്തിലാണ്. 1987 ഈ പ്രദേശം യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി. ഉലുരു ഓസ്ട്രേലിയയുടെ മധ്യഭാഗത്ത് സെൻട്രൽ ഓസ്ട്രേലിയ നോർത്തേൺ ടെറിട്ടറി എന്ന പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത പ്രധാന നഗരം ആലീസ് സ്പ്രിങ്സ് ആണ്. പ്രസ്തുത നഗരത്തിൽ നിന്ന് ഏകദേശം 325 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ദേശീയോദ്യാനത്തിന്റെ ഭാഗമാണ് ഇത്. കിഴക്കൻ തീരത്തുള്ള സിഡ്നി, മെൽബൺ തുടങ്ങിയ നഗരങ്ങളിൽ നിന്നും വളരെ അകലെയായി രാജ്യത്തിന്റെ ഉൾപ്രദേശത്താണിത് സ്ഥിതി ചെയ്യുന്നത്. ഭൂപടത്തിൽ ഉലുരു ഏകദേശം മധ്യഭാഗത്തായി കാണുന്നു. അതിനാൽ അതിനെ രാജ്യത്തിന്റെ ചുവന്ന ഹൃദയം, റെഡ് സെന്റർ എന്നറിയപ്പെടുന്നു. മഴക്കുറവും വരണ്ടതും വിജനവുമായ താപനില, വേനൽക്കാലത്ത് വളരെ കൂടുതലുമായ ഈ പ്രദേശത്തെ പൊതുവെ ഓസ്ട്രേലിയൻ ഔട്ട്ബാക്ക് എന്നറിയപ്പെടുന്നു. എന്നിരുന്നാലും ഇത് പൂർണ്ണമായും ആളൊഴിഞ്ഞ പ്രദേശമല്ല. ആദിവാസി സമൂഹങ്ങൾ, ചെറിയ പട്ടണങ്ങൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവയൊക്കെ ഉണ്ട്. ഈ ഭാഗം സന്ദർശിക്കുവാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി സഞ്ചാരികൾ എത്തുന്നുണ്ട്. ഓസ്ട്രേലിയയിലെ പ്രധാന നഗരങ്ങളായ സിഡ്നി, മെൽബൺ, അഡിലെയ്ഡ്, പെർത്ത് തുടങ്ങിയവ രാജ്യത്തിന്റെ തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ് തീരപ്രദേശങ്ങളിലാണ് വികസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് കാരണങ്ങൾ പലതാണ്. ഏറ്റവും പ്രധാനം അനുകൂലമായ കാലാവസ്ഥയാണ്. രാജ്യത്തിന്റെ ഉൾപ്രദേശം ഔട്ട്ബാക്ക് വളരെ വരണ്ടതും ചൂടേറിയതുമാണ്. എന്നാൽ തെക്കൻ തീരപ്രദേശങ്ങൾക്ക് കൂടുതൽ മിതമായ കാലാവസ്ഥയും താരതമ്യേന കൂടുതൽ മഴയും ലഭിക്കുന്നു. മറ്റൊരു ഘടകം ജലലഭ്യതയാണ്. കുടിവെള്ളം അതിനും കൃഷിക്കും വ്യവസായത്തിനും ആവശ്യമായ ജലസ്രോതസ്സുകൾ തെക്കൻ കിഴക്കൻ ഭാഗങ്ങളിൽ കൂടുതലായി ലഭ്യമാണ്. ഉൾപ്രദേശങ്ങളിൽ വെള്ളത്തിന്റെ ലഭ്യത കുറവാണ്. അതേപോലെ മറ്റൊരു ഘടകം യൂറോപ്യൻ കുടിയേറ്റമാണ്. 1788 ബ്രിട്ടീഷുകാർ ആദ്യമായി സ്ഥിരതാമസം തുടങ്ങിയത് കിഴക്കൻ തീരത്തെ സിഡ്നി മേഖലയിലായിരുന്നു. പിന്നീട് തീരപ്രദേശങ്ങളിലൂടെയാണ് നഗരവികസനം നടന്നത്. അതേപോലെ തുറമുഖങ്ങളും വ്യാപാരവുമാണ്. തീരപ്രദേശത്തെ പ്രകൃതിദത്ത തുറമുഖങ്ങൾ കടൽ വ്യാപാരത്തിന് അനുകൂലമായിരുന്നു. സിഡ്നി, മെൽബൺ, പെർത്ത് തുടങ്ങിയ നഗരങ്ങൾ ഇതിലൂടെ വളർന്നു. അതേപോലെ തെക്ക് കിഴക്കൻ ഭാഗങ്ങളിൽ കൃഷിക്ക് അനുയോജ്യമായ മണ്ണും കാലാവസ്ഥയും ലഭ്യമാണ്. അതിനാൽ കാലാവസ്ഥയും അനുകൂലമാണ്. അതിനാൽ ജലവിഭവവും സാമ്പത്തിക വികസനവും അവിടെയായി കേന്ദ്രീകരിച്ചു. അതിനാൽ ഓസ്ട്രേലിയയുടെ വിശാലമായ മധ്യഭാഗം ജനസാന്ദ്രത കുറഞ്ഞ ഔട്ട്ബാക്ക് പ്രദേശമായി തുടരുമ്പോൾ ജനസംഖ്യയുടെ വലിയ ഒരു വിഹിതം തെക്ക് കിഴക്കൻ തീരപ്രദേശങ്ങളിലും ആയിട്ടാണ് താമസിക്കുന്നത്.
രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങളും കടൽ തീരത്ത് നിന്ന് ഏതാനും 100 കിലോമീറ്ററിനുള്ളിലാണ് താമസിക്കുന്നത്. ഓസ്ട്രേലിയയുടെ വടക്കൻ ഭാഗം ഉഷ്ണമേഖല ട്രോപ്പിക്കൽ കാലാവസ്ഥയുള്ള പ്രദേശമാണ്. ഇവിടെ മഴക്കാലവും വരൾച്ചക്കാലവും വ്യക്തമായി അനുഭവപ്പെടുന്നു. വടക്കൻ ഓസ്ട്രേലിയയിലെ പ്രധാന സ്ഥലങ്ങൾ ഇനി പറയുന്നവയാണ്. ഡാർവിൻ നോർത്തേൺ ടെറിട്ടറിയുടെ തലസ്ഥാനമാണ്. വടക്കൻ ഭാഗത്തെ ഏറ്റവും വലിയ നഗരവുമാണ്. ടിമോർ കടലിന്റെ തീരത്താണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ കക്കാഡു ദേശീയോദ്യാനം ഓസ്ട്രേലിയയിലെ ഏറ്റവും പ്രശസ്തമായ ദേശീയോദ്യാനങ്ങളിൽ ഒന്നാണ്. ചാത്തുപ്പ് നിലങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ, മുതലകൾ, ആദിവാസി ശിലാചിത്രങ്ങൾ എന്നിവയ്ക്ക് പ്രശസ്തമാണ് ഈ ഭാഗം. മറ്റൊരു പ്രധാന സ്ഥലമാണ് കേൺസ്. ക്യൂൻസ്ലാൻഡ് സംസ്ഥാനത്തിന്റെ വടക്ക് കിഴക്കൻ ഭാഗത്ത് ആണ്. ലോകപ്രശസ്തമായ ഗ്രേറ്റ് ബാരിയർ റീഫിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമാണ്. മറ്റൊരു സ്ഥലമാണ് കേപ്പ് യോർക്ക് ഉപദ്വീപ്. അത് ഓസ്ട്രേലിയയുടെ വടക്കേ അറ്റത്തുള്ള ഭൂഭാഗമാണ്. വിശാലമായ കാടുകളും പുൽമേടുകളും ഇവിടെ കാണാം. മറ്റൊന്ന് ബ്രൂം വെസ്റ്റേൺ ഓസ്ട്രേലിയയാണ്. വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് ആണ്. മനോഹരമായ കടൽ തീരങ്ങൾക്കും മുത്ത് വ്യാപാര ചരിത്രത്തിനും പ്രസിദ്ധമാണ്. വടക്കൻ പ്രദേശങ്ങൾ ജനസാന്ദ്രതയുള്ളവയല്ല. ഉയർന്ന ചൂട്, ഈർപ്പം, ചുഴലിക്കാറ്റ് എന്നിവ കാരണമാണത്. എങ്കിലും പ്രകൃതി സൗന്ദര്യത്താലും വന്യജീവി സമ്പത്തിനാലും ഈ പ്രദേശങ്ങൾ വളരെ പ്രശസ്തമാണ്. വടക്കൻ ഭാഗങ്ങളിലും മധ്യഭാഗത്തും ധാരാളം തദ്ദേശീയരായ ആദിവാസി ജനങ്ങൾ, അബോറിജിനൽ ഓസ്ട്രേലിയൻസ് താമസിക്കുന്നു. അവിടുത്തെ ആദിവാസികൾ ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള സംസ്കാരത്തിന്റെ പാരമ്പര്യവാഹകരാണ്. അവർ കുറഞ്ഞത് 50,000 വർഷങ്ങളായി ഓസ്ട്രേലിയയിൽ ജീവിച്ചു വരുന്നതായി ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. ഉലുരു പ്രദേശത്ത് താമസിക്കുന്ന അനാങ് ജനതയ്ക്ക് ആ സ്ഥലം അതീവ പവിത്രമാണ്. നോർത്തേൺ ടെറിട്ടറിയിൽ ആദിവാസി ജനസംഖ്യയുടെ ശതമാനം വളരെ കൂടുതലാണ്. പല സമൂഹങ്ങളും ഇന്നും തങ്ങളുടെ പരമ്പരാഗത ഭാഷകളും ആചാരങ്ങളും കലാരൂപങ്ങളും നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു. ബ്രിട്ടീഷുകാരുടെ വരവിന് ശേഷം ഭൂമി നഷ്ടപ്പെടൽ, രോഗങ്ങൾ, സാമൂഹിക വിവേചനം തുടങ്ങിയ പ്രശ്നങ്ങൾ ഇവർ നേരിട്ടിരുന്നു. എന്നിരുന്നാലും ഇന്ന് അവരുടെ ഭൂമി അവകാശങ്ങളും സംസ്കാരവും സംരക്ഷിക്കുന്നതിനുള്ള നിരവധി നിയമങ്ങളും പദ്ധതികളും നിലവിലുണ്ട്. ഉലുരുവും കക്കാഡുവും ദേശീയോദ്യാനവും പോലുള്ള സ്ഥലങ്ങൾ ആദിവാസികളും സമൂഹങ്ങളോടും സംസ്കാരത്തോടും ചരിത്രത്തോടും വളരെ അടുത്ത ബന്ധമുള്ളവയാണ്. അനാങ് ജനങ്ങൾക്ക് ഉലുരു മലയ്ക്കും വളരെ ആഴത്തിലുള്ള ആത്മീയ സാംസ്കാരിക ബന്ധമുണ്ട്. അനാങ്ങുകൾക്ക് ഉലുരു ഒരു സാധാരണ പാറയല്ല. അവരുടെ പൂർവികരുടെ ആത്മീയ സാന്നിധ്യവുമായി ബന്ധപ്പെട്ട പവിത്ര സ്ഥലമാണ്. അവരുടെ സൃഷ്ടികഥകളായ ടുച്ചുകർപ്പയുമായി ഉലുരുവിന് ബന്ധമുണ്ട്. ലോകവും മനുഷ്യരും മൃഗങ്ങളും എങ്ങനെ രൂപപ്പെട്ടുവെന്ന കഥകളാണ് ടുച്ചുകർപ്പ ഉലുരുവിനെ. പല ഗുഹകളും പാറയിലെ രൂപങ്ങളും ഈ പൗരാണിക കഥകളുമായി ബന്ധപ്പെട്ടതായി അവർ വിശ്വസിക്കുന്നു. തലമുറകളായ അനാങ്ങുകൾ ഈ പ്രദേശത്തെ സംരക്ഷിക്കുകയും അതിൻ്റെ കഥകളും ആചാരങ്ങളും അടുത്ത തലമുറയ്ക്ക് കൈമാറുകയും ചെയ്തു വരുന്നു. ഉലുരുവിലെ ചില ഭാഗങ്ങൾ അനാങ് ജനങ്ങൾക്ക് അതീവ പവിത്രമാണ്. അതിനാൽ സന്ദർശകരോട് മല കയറാതിരിക്കുവാൻ അഭ്യർത്ഥിച്ചിരുന്നു. ഒടുവിൽ 2019 ഇത് ഔദ്യോഗികമായി നിരോധിക്കപ്പെട്ടു. ഇന്ന് ഉലുരുവും ജൂട്ട ദേശീയോദ്യാനവും ഓസ്ട്രേലിയൻ സംസ്കാരം അനാങ്ങുകളും സംയുക്തമായി പരിപാലിക്കുന്നു. സന്ദർശകർക്ക് ഉലുരുവിൻ്റെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനും അതിൻ്റെ ആദിവാസി പാരമ്പര്യത്തെക്കുറിച്ച് പഠിക്കുവാനും അവസരമുണ്ട്. ഉലുരു മല അനാങ്ങുകൾക്ക് ജനതയെ പല രീതിയിൽ സ്വാധീനിക്കുന്നു. ഏറ്റവും പ്രധാനം ആത്മീയ സ്വാധീനമാണ്. അത് അവരുടെ വിശ്വാസങ്ങളുടെയും സൃഷ്ടികഥകളുടെയും കേന്ദ്രമാണ്. പൂർവികരുടെ ആത്മാവ് ഈ പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായി അവർ വിശ്വസിക്കുന്നു. മതപരമായ ചടങ്ങുകളും ആചാരങ്ങളും ഉലുരുവുമായി ബന്ധപ്പെട്ട് നടത്തപ്പെടുന്നു. മറ്റൊന്ന് സാംസ്കാരിക സ്വാധീനമാണ്. തലമുറകളായി കൈമാറ്റപ്പെടുന്ന കഥകൾ, പാട്ടുകൾ, കലാരൂപങ്ങൾ എന്നിവയിൽ ഉലുരുവിന് സ്വാധീനമുണ്ട്. കുട്ടികൾക്ക് അവിടെ സംസ്കാരവും പാരമ്പര്യവും പഠിപ്പിക്കുന്ന ഒരു ജീവിച്ചിരിക്കുന്ന പാഠപുസ്തകമാണ് ഉലുരു. അവ സാമ്പത്തികമായി സ്വാധീനിക്കപ്പെടുന്നുണ്ട്. ഉലുരുവിലെ വിനോദസഞ്ചാര പ്രവർത്തനങ്ങളിൽ അനാങ് ജനങ്ങൾ ഗൈഡുമാരായും സാംസ്കാരിക അവതാരകരായും പാർക്ക് മാനേജ്മെന്റ് പങ്കാളികളായും പ്രവർത്തിക്കുന്നുണ്ട്. ഇതിലൂടെ തൊഴിലവസരങ്ങളും വരുമാനവും ലഭിക്കുന്നു. മറ്റൊന്നാണ് പരിസ്ഥിതി സ്വാധീനം.
ഉലുരുവിനെയും ചുറ്റുപാടുകളെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം തങ്ങൾക്കുണ്ടെന്ന് അവർ കരുതുന്നു. ഭൂമിയുമായും പ്രകൃതിയുമായും മനുഷ്യർക്കുള്ള ബന്ധത്തെക്കുറിച്ചുള്ള അവരുടെ പരമ്പരാഗത അറിവ് ഇന്നും ഉപയോഗിക്കുന്നു. അതിനാൽ ഉലുരു അനാങ് ജനങ്ങൾക്ക് ഒരു വലിയ പാറ മാത്രമല്ല, അവരുടെ അടയാളം, ചരിത്രം, ആത്മീയത, ഉപജീവനം എന്നിവയുടെ അവിഭാജ്യ ഘടകവുമാണ്. ആ പ്രദേശത്ത് ടൂറിസം വളരെ വികസിച്ചിട്ടുണ്ട്. പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണത്. ലക്ഷക്കണക്കിന് സഞ്ചാരികൾ പ്രതിവർഷം എത്തുന്നുണ്ട്. സൂര്യോദയവും സൂര്യാസ്തമയവും ദർശിക്കുവാനും എത്തുന്നുണ്ട്. ഉലാറ എന്ന ടൂറിസ്റ്റ് കേന്ദ്രം 20 കിലോമീറ്റർ അകലെയാണ്. ഹോട്ടലുകളും റിസോർട്ടുകളും റെസ്റ്റോറൻറ്റുകൾ, ക്യാമ്പിംഗ് സൗകര്യങ്ങൾ, ഷോപ്പുകൾ, മെഡിക്കൽ സേവനങ്ങൾ, ടൂർ ഓപ്പറേറ്റർമാർ, എയർപോർട്ട് എന്നിവ ലഭ്യമാണ്. പ്രധാന സ്ഥലങ്ങളിൽ നിന്ന് വിമാന സർവീസുകളുമുണ്ട്. ഉലുവിന് ചുവപ്പ് നിറം ലഭിക്കുന്നത് പാറകളിലുള്ള ഇരുമ്പ് മൂലമാണ്. ഉലുരു ആർക്കോസ് എന്ന തരത്തിലുള്ള മണൽക്കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇരുമ്പ് ധാതുക്കൾ ധാരാളം അടങ്ങിയിട്ടുണ്ട്. കോടിക്കണക്കിന് വർഷങ്ങളിലായി വായുവിലെയും വെള്ളത്തിലെയും ഓക്സിജനുമായി ഇരുമ്പ് പ്രതികരിച്ച് ഇരുമ്പ് ഓക്സൈഡ് രൂപപ്പെട്ടു. അത് തുരുമ്പിന്റെ പ്രധാന ഘടകമാണ്. അതിനാൽ പുറം ഭാഗത്തിന് ചുവപ്പ് നിറം ലഭിക്കുന്നു. സൂര്യപ്രകാശത്തിന്റെ കോണും തീവ്രതയും അനുസരിച്ച് നിറം മാറുന്നു. പ്രഭാതത്തിൽ ഓറഞ്ച് നിറം, ഉച്ചയ്ക്ക് ഇളം തവിട്ട സൂര്യാസ്തമയ സമയത്ത് കടും ചുവപ്പ്, സന്ധ്യയിൽ വയലറ്റ് അല്ലെങ്കിൽ ഇരുണ്ട ചുവപ്പ്. പാറയുടെ നിറം യഥാർത്ഥത്തിൽ മാറുന്നില്ല. പ്രകാശത്തിന്റെ പ്രതിഫലനവും അന്തരീക്ഷ സാഹചര്യങ്ങളുമാണ് കാരണം. ഉലുരുവിനെ റെഡ് ഹാർട്ട് അഥവാ ചുവന്ന ഹൃദയം എന്ന് വിളിക്കുന്നു. 500 ദശലക്ഷം വർഷത്തിലെ ഏറെ പഴക്കമുള്ള ഈ ഭീമൻ പാറയുടെ ചുവന്ന തിളക്കം സഞ്ചാരികളെ ആകർഷിക്കുന്നു. ഉലുരുവിനോടുള്ള അനാങ് ജനതയുടെ ഇടപെടൽ വളരെ ആദരവോടെയും ആത്മീയബന്ധത്തോടെയുമാണ്. അവർക്ക് ജീവിക്കുന്ന പൈതൃകമാണ് ഉലുരു. അവർ അതിനെ പുണ്യസ്ഥലമായി കാണുന്നു, അതിൻ്റെ സംരക്ഷകരായ പ്രവർത്തിക്കുന്നു. രാജ്യത്തിൻ്റെ സംസ്കാരം സഞ്ചാരികൾക്ക് പരിചയപ്പെടുത്തുന്നു. മല കയറരുതെന്നും അഭ്യർത്ഥിക്കുന്നു. അവരുടെ ഇടപെടലുകൾ ഉപയോഗപ്പെടുത്തുന്നതിനേക്കാൾ സംരക്ഷണത്തിനും ആദരവിനും പാരമ്പര്യം കൈമാറുന്നതിനുമാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഉലുരു ഓസ്ട്രേലിയയുടെ പ്രകൃതി പൈതൃകത്തിന്റെയും ആദിവാസി സംസ്കാരത്തിന്റെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. ചുവന്ന നിറത്തിൽ തിളങ്ങുന്ന ഈ മഹാപാറ വർഷം തോറും ലക്ഷക്കണക്കിന് സഞ്ചാരികളെ ആകർഷിക്കുന്നു. മറ്റൊരു അത്ഭുത പ്രതിഭാസ വിവരണവുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.